അപ്പോൾ ഇതിനെ ഫ്രൈ ചെയ്തിറക്കാം. ഷാലോ ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ ഏകദേശം ഒരു മിനിറ്റ് പോലും നമ്മൾ ഇട്ടിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ ഫ്രൈ ചെയ്യാൻ? ജസ്റ്റ് എണ്ണയിൽ മുക്കി വീണ്ടും ഒന്ന് നോക്കി വീണ്ടും ഇങ്ങെടുത്തു. 1-2 തവണ ഒന്ന് അതിൻ്റെ പരുവം നോക്കിയതിന് ശേഷം ഇങ്ങെടുത്തു. നമ്മളിതിന് ഇതിൻ്റെ സോസ് പ്രിപ്പയർ ചെയ്യുക. ഓ, കഥ തീർന്നില്ല. ആ ഒരു കാര്യം ഞാൻ അങ്ങ് മറന്നുപോയി ഷെഫേ. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വെജ് ഓൺ ടോസ്റ്റ് റെഡിയായി നമുക്ക് പറയാം. പക്ഷേ ഇതിൻ്റെ പ്രധാന ഭാഗം, അതായത് ഇതിൻ്റെ സോസ് നമ്മൾ ഇതുവരെ റെഡിയാക്കിയിട്ടില്ല. അതിനി അതും ഒരു വലിയ യാത്രയാണോ അതോ എളുപ്പം തീരുന്നതാണോ? എളുപ്പം തീരുന്ന യാത്രയാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഈ പക്കോട പോലെയൊക്കെ കഴിക്കാം അല്ലേ, ഉള്ളി പക്കോട. ഇത് സോസ് ഇല്ലാതെ വേണമെങ്കിലും ട്രൈ ചെയ്യാം നമുക്ക് സ്റ്റാർട്ടറായിട്ട്. എന്തായാലും നമുക്ക് സോസിനും കൂടെ വേണ്ടി വെയിറ്റ് ചെയ്യാം. നമ്മൾ കൊത്തിയരിഞ്ഞ വെളുത്തുള്ളി ഇട്ടു, സവോള ഇട്ടു, പിന്നെ പച്ചമുളക് ഇട്ടുകൊടുത്ത് അത് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ്. നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ടോ അതോ ചെറുതായിട്ട് വാട്ടുന്നോ? ഒന്ന് വാടിയതിനു ശേഷം നമ്മൾ ചില്ലി പേസ്റ്റും ടൊമാറ്റോ സോസും ഇടുകയാണ്. പിന്നെ ബാക്കി അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കുക്കിങ്ങിൽ മുഴുവൻ അതൊരു നോർമൽ വേ ആണല്ലേ. അതായത് ആദ്യം നമ്മൾ ചെറുതായിട്ട് വാടുമ്പോൾ മസാലയൊക്കെ ഇടും, ബാക്കിയുള്ള കുക്കിംഗ് എല്ലാം അതിന് ശേഷമാണ് ഓരോരുത്തരുടെ രീതി അല്ലേ? അതെ, ഉറപ്പായിട്ടും. ഇവർ ശരിക്കും ഈ ചൈനീസ് കുക്കിങ്ങിൽ എരിവിന് വേണ്ടി ഇവർ പച്ചമുളക് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ? പച്ചമുളക്, ഗ്രീൻ ചില്ലി സോസ് ഉപയോഗിക്കാറുണ്ട്, റെഡ് ചില്ലി പേസ്റ്റ് ഉപയോഗിക്കാറുണ്ട്, പൊടി ഉപയോഗിക്കാറില്ല. ഈ ചില്ലി പേസ്റ്റ് ചേർത്ത് കൊടുത്തു, ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നു. ചിക്കൻ സ്റ്റോക്ക് ആണല്ലേ? കുറച്ച് ചിക്കൻ സ്റ്റോക്കും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിൽ എരിവിൻ്റെ റോള് പ്ലേ ചെയ്യാൻ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ 3 പാർട്ടികളുണ്ട്. ഒന്ന് വൈറ്റ് പെപ്പർ ഉണ്ട്, റെഡ് ചില്ലി പേസ്റ്റ് ഉണ്ട്, ഗ്രീൻ ചില്ലി ഉണ്ട് അല്ലേ? 3 പേര് ചേർന്നാണ് ഇതിൽ എരിവിൻ്റെ റോള് പ്ലേ ചെയ്യുന്നത്. പക്ഷേ പൊതുവേ സജിൻ പറയുന്നത് ചൈനീസ് കുക്കിങ്ങിൽ എരിവിൻ്റെ റോള് വളരെ കുറവാണ്. അദ്ദേഹത്തിന് വലിയ റോൾ ഇല്ലെന്നാണ് പറയുന്നത് എരിവ്. അത് ഈ സൗത്ത് ഇന്ത്യൻസിൻ്റെ ഇടയിലാണ് എരിവിന് ഒരുപാട് റോളുള്ളത്. ഇത് പക്ഷേ കളർ കണ്ട് നല്ല റെഡിഷ് കളർ. ഇതിന് ഗാർലിക് സോസ് എന്ന് പറയാനുള്ള കാര്യം അതായിരിക്കും മുന്നിട്ട് നിൽക്കുന്നത്. ഹോട്ട് ഗാർലിക് സോസ് അഥവാ ഗാർലിക്കിൻ്റെ ഫ്ലേവറും ഹോട്ട്, അതായത് സ്പൈസി. അതെ അതെ അതെ. നമ്മുടെ ഹോട്ട് ഗാർലിക് സോസ്, ചില്ലി സോസ് പോലെ തോന്നുന്നു. നമ്മുടെ ഹോട്ട് ഗാർലിക് സോസ് റെഡി ആയിട്ട് കഴിഞ്ഞു. അതെ അതെ. ഇനി അത് കട്ടൂരിലേക്ക്. അങ്ങനെ സോസിന്റെ പരിപാടിയും കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ സജിൻ്റെ വക സ്റ്റാർട്ടർ, ഒരു ഫ്യൂഷൻ ഡിഷാണ്, സ്റ്റാർട്ടറാണ്, വെജ് ഓൺ ടോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. സോസ് ഉള്ളത് കൊണ്ട് കാരണം ഇതിനൊരു ചെറിയ ചൈനീസ് ഫീൽ ഉണ്ടെന്ന് പറയാം. ഇല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഒരു ഇന്ത്യൻ സ്റ്റാർട്ടർ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം അല്ലേ? അല്ലേ? ആയിരിക്കാം. അങ്ങനെ നമ്മുടെ വെജ് ഓൺ ടോസ്റ്റ് ഇനിയും പതുക്കെ നമ്മുടെ ശരീരത്തിലേക്ക് അലിഞ്ഞു ചേരാൻ സമയമായിരിക്കുകയാണ്. ഒട്ടും അമാന്തിക്കുന്നില്ല. കാര്യം ഇനി ഒരു ഡിഷും കൂടെ ഇദ്ദേഹത്തിൻ്റെ കിട്ടാനുണ്ട്. അത് ഹോട്ട് ഗാർലിക് സോസാണ് അതിൻ്റെ കൂട്ടുകാരനായിട്ട് വന്നിരിക്കുന്നത്. അതിൻ്റെ അക്കമ്പനിമെൻറ്റിലാണ്. അതിനെ കുളിപ്പിച്ചെടുത്ത് വേണം. കണ്ടാൽ നമുക്കത് ചില്ലി സോസാണ്, പക്ഷേ ഇത് ഹോട്ട് ഗാർലിക് സോസാണ് കേട്ടോ. രൂപത്തിൽ കാണാൻ മാത്രമേ അങ്ങനെ റെഡ് കളറുള്ളൂ. കൂടുതലും ഫ്ലേവർ നിൽക്കുന്ന ഗാർലിക്കിൻ്റെ. പറഞ്ഞത് അച്ചട്ടായിരുന്നു കേട്ടോ. ആ ക്യാപ്സിക്കത്തിൻ്റെ ക്രഞ്ചിനെസ് കഴിഞ്ഞെത്തുന്നത് കുറേ മസാലകളുടെ ഒരു കൂട്ടത്തിലേക്കാണ്. ഒരു രുചിയുടെ സ്ഫോടനമാണ് ഇവിടെ നടക്കുന്നത്. നല്ലൊരു സ്റ്റാർട്ടറാണ്. അതായത് നമ്മൾ ആ പച്ചപ്പ് നിലനിർത്തി വേണം ഇത് കുക്ക് ചെയ്യാൻ. അതാണ് ഇതിലെ പ്രധാന പാഠം. പിന്നെ നല്ലൊരു സോസ്, അതിപ്പം ഏതായാലും ഇതാണ് ഹോട്ട് ഗാർലിക് സോസാണ് നിങ്ങളുടെ ഇഷ്ടമെങ്കിൽ അത് പ്രിപ്പയർ ചെയ്യാം. ഇല്ല ഇപ്പം മാൻഡറിൻ സോസോ അല്ലെങ്കിൽ വേറെ ഏത് സെലക്ട് ചെയ്താലും നമുക്ക് ഇഷ്ടമുള്ള സോസ് സെലക്ട് ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഹോട്ട് ഗാർലിക് സോസ് എനിക്ക് ഓക്കെ ആയിട്ട് തോന്നുന്നുണ്ട്. എനിക്കൊന്ന് അന്ന് നമ്മൾ ചെയ്ത ഒരു ഡിഷിലും എനിക്ക് ഹോട്ട് ഗാർലിക് സോസ് ആണെന്ന് തോന്നുന്നല്ലേ സൈഡായിട്ട് വന്നത്. നമ്മൾ എന്താണ് ഹോട്ട് ഗാർലിക് അല്ല, അപ്പോൾ നമ്മുടെ ഈ സോസ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സെലക്ട് ചെയ്താൽ നമ്മുടെ സ്റ്റാർട്ടർ കുറച്ചും കൂടെ നമുക്ക് പ്രിയകരമാവും. അപ്പോൾ ഒരു ചെറിയ ബ്രേക്കിന് ശേഷം ഞാനും സജിനും വീണ്ടും വരും. അത് എന്തായിട്ടായിരിക്കും? വേറൊരു ഫ്രൈഡ് റൈസ് ആയിട്ടായിരിക്കും തിരിച്ചു വരുന്നത്. അണ്ടിൽ ദെൻ എ ഷോർട്ട് ബ്രേക്ക്.